കാഞ്ഞങ്ങാട് പടന്നക്കാട് 10 വയസ്സുകാരി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതി PA സലീമിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. പ്രതി കുറ്റം സമ്മതിച്ചു. കർണാടകയിലേക്ക് കടക്കാനായിരുന്നു പ്രതിയുടെ ശ്രമം. മദ്യപിച്ച് വഴിയിൽ കിടന്ന ആളുടെ ഫോൺ ഉപയോഗിച്ചാണ് സലീം വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കിയത്. ആ ഫോൺ വിളി അയാളുടെ അന്തകനായി. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ ഫോൺ വിളി കൊണ്ടാണ് പോലീസിന് അയാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ തീർച്ചയായും ഈ ഫോൺ വിളിയാണ് അയാളെ കുരുക്കിയത് എന്ന് വേണം പറയാൻ. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി കാസർഗോഡ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് ഈ PA സലീമിനെ പോലീസ് എത്തിച്ചു. തുടർന്ന് പോലീസ് ഇയാളെ ചോദ്യം ചെയ്ത് വരികയായിരുന്നു. ചോദ്യം ചെയ്യൽ ഈ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. PA സലീം കുടക് നെപ്പോക്ക് സ്വദേശിയാണ്. ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. താൻ മോഷണമായിരുന്നു പ്രധാനമായുള്ള ഉദ്ദേശം. പെൺകുട്ടിയെ ഉപദ്രവിക്കണമെന്ന് കരുതിയല്ല അവിടേക്ക് ചെന്നത്. തുടർന്ന് ഈ കുട്ടിയുടെ കമ്മൽ ഊരിയെടുക്കുന്ന സമയത്ത് കുട്ടി ബഹളം വെച്ചാലോ എന്ന് കരുതി കുട്ടിയെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതാണ്. പക്ഷേ കുട്ടി വയലിലെത്തിയപ്പോൾ ബഹളം വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് കുട്ടിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. തുടർന്നാണ് കമ്മൽ ഊരിയെടുത്തത്. തുടർന്ന് ആ വയലിലിട്ട് കുട്ടിക്ക് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെയാണ് ആന്ധ്രാപ്രദേശിലെ അഡോണി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഈ പ്രതിയെ പോലീസ് അന്വേഷണ സംഘം പിടികൂടുന്നത്. പിടികൂടാനുണ്ടായ സാഹചര്യം ഇയാൾ മൊബൈൽ ഫോൺ വഴി വീട്ടിലേക്കും അതുപോലെ തന്നെ ഇയാളുടെ പെൺ സുഹൃത്തിനെയും വിളിച്ചത് പോലീസ് മനസ്സിലാക്കി. തുടർന്ന് മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ പ്രതി എവിടെയുണ്ടെന്ന് പോലീസിനെ മനസ്സിലാവുകയായിരുന്നു. നിരവധി തവണ കർണാടകത്തിലേക്ക് പോകാനായിരുന്നു, ആന്ധ്രാപ്രദേശിൽ നിന്ന് ഈ കർണാടകത്തിലേക്ക് പോകാനായിരുന്നു പ്രതിയുടെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നത്. പ്രതിക്ക് അവിടെ ഒരു പെൺ സുഹൃത്തുണ്ട്. ആ പെൺ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകാനുള്ള ശ്രമത്തിലായിരുന്നു. റായ്ചൂരിയിലാണ് ആ വീട്. ആ വീട്ടിലേക്ക് പോകാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു ഈ പ്രതി PA സലീം ഉണ്ടായിരുന്നത്. എന്തായാലും 7 തവണ വീട്ടുകാരെയും സുഹൃത്തുക്കളെയും ഉൾപ്പെടെ 7 ഫോണിൽ നിന്ന് ഇദ്ദേഹം വിളിച്ചിട്ടുണ്ട്. ഒടുവിൽ ഈ അഡോണി റെയിൽവേ സ്റ്റേഷനിൽ മദ്യപിച്ച് കിടന്നിരുന്ന ഒരാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഇയാൾ വീട്ടിലേക്കും അതുപോലെ തന്നെ പെൺ സുഹൃത്തിനെയും വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് പോലീസ് കൃത്യമായി മനസ്സിലാക്കി. ഈ പ്രതി എവിടെ നിന്നുണ്ടെന്ന് പോലീസിനെ മനസ്സിലായതോടുകൂടി ഈ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന നടത്തി. ഇതിലാണ് ഈ PA സലീം എന്തായാലും കുടുങ്ങിയത്. ഈ പ്രതിയെ ഇന്നലെ രാത്രിയോടുകൂടി കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലെത്തിച്ചു. ഇന്നിപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. കുറ്റമൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. ഈ കൃത്യം നടത്തിയത് താൻ തന്നെയാണെന്ന് PA സലീം പോലീസിനെ മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇയാളെ ഇന്ന് 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും ഈ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് അരുൺ പാറയ്ക്കലാണ്.